നമസ്കാരം. പാകിസ്ഥാനിൽ അവശേഷിക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങളിലെ പെൺകുട്ടികളുടെ ദുരൂഹമായ തിരോധാനങ്ങൾ തുടരുന്നു. സിന്ധ് പ്രവിശ്യയിൽ 2021 കാണാതായ ഹിന്ദു പെൺകുട്ടി പ്രിയ കുമാരിയെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. കാണാതാവുമ്പോൾ വെറും 7 വയസ്സ് മാത്രമാണ് കുട്ടിക്കുണ്ടായിരുന്നത്. പാകിസ്ഥാനിലെ തെക്കൻ സിന്ധ് പ്രവിശ്യയിലെ സുക്കൂറിനടുത്തുള്ള ഒരു ചെറിയ പട്ടണമായ സംഗ്രാറിലെ തൻ്റെ വീടിനടുത്തുള്ള മുഹറം അഷുറ ഘോഷയാത്രയ്ക്ക് സർബത്ത് വിളമ്പുന്നതിനിടെ 2021 ഓഗസ്റ്റ് 19 പ്രിയകുമാരിയെ കാണാതാവുന്നത്. ഇത്രയും കാലം കഴിഞ്ഞിട്ടും തൻ്റെ മകളെ വീണ്ടെടുത്തിട്ടില്ലെന്ന് കാണിച്ച് മാതാപിതാക്കളായ രാജ്കുമാർ പാലും ഭാര്യ വീണകുമാരിയും വെള്ളിയാഴ്ച കറാച്ചിയിലെ ക്ലിഫ്റ്റൺ ഏരിയയിലെ പ്രശസ്തമായ ടീൻ തൽവാർ ലാൻഡ്മാർക്കിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തങ്ങളുടെ മകളെ അന്വേഷിക്കണമെന്നും അവളെ ഉടൻ കണ്ടെത്തിത്തരണമെന്നും ഇരുവരും സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ന്യൂനപക്ഷ മനുഷ്യാവകാശ സംഘടനകളും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. സംഭവം രാജ്യാന്തര തലത്തിലെത്തിയതോടെ സിന്ധ് ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ കുട്ടിയുടെ മാതാപിതാക്കളെ സന്ദർശിച്ചു. കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് വിശദമായി അന്വേഷിക്കണമെന്നാണ് അവർ പറഞ്ഞത്. 2021 ആഷുറ ഘോഷയാത്രയ്ക്ക് ചുറ്റും ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നിട്ടും അവളെ കാണാതാവുകയായിരുന്നു. കേസിൽ ഒരു സാക്ഷിയും ഉണ്ടായിരുന്നില്ല. സിന്ധിൽ ഗണ്യമായ ഒരു ഹിന്ദു സമൂഹമുണ്ട്. പ്രിയയുടെ തിരോധാനത്തിന് ശേഷം തങ്ങളുടെ പെൺമക്കളുടെയും സഹോദരിമാരുടെയും സുരക്ഷയെക്കുറിച്ച് ആളുകൾക്കിടയിൽ കൂടുതൽ ആശങ്കയും ഭയവും ഉണ്ടെന്ന് രാജ് പറയുന്നു. അതേസമയം ഹിന്ദു ക്രിസ്ത്യൻ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്ന രീതി സിന്ധ് മേഖലയിൽ വ്യാപകമാണ്. അവശേഷിക്കുന്ന ന്യൂനപക്ഷങ്ങൾ ഇവിടെ ഭീതിയോടെയാണ് കഴിയുന്നത്. സമാനതകളില്ലാത്ത മതപീഡനമാണ് പാകിസ്ഥാനിൽ നടക്കുന്നത്. സിന്ധ് പ്രവിശ്യയിലെ അവശേഷിക്കുന്ന ഹിന്ദുക്കളൊക്കെ ഏറ്റവും ഭയക്കുന്നത് തങ്ങളുടെ പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുമോ എന്നതാണ്. പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോവുക, എന്നിട്ട് ബലാത്സംഗത്തിന് വിധേയമാക്കി 3-4 ദിവസം കൂടെ പാർപ്പിക്കുക. കുട്ടിയുടെ ബന്ധുക്കളുടെ പരാതിയൊന്നും പോലീസ് പരിഗണിക്കില്ല. അവസാനം ഗത്യന്തരമില്ലാതെ പെൺകുട്ടിക്ക് വിവാഹത്തിന് സമ്മതിക്കേണ്ടി വരും. അങ്ങനെ അവളെ ഇസ്ലാമിലേക്ക് മതം മാറ്റി നിക്കാഹ് കഴിക്കും. പിന്നീട് അവൾ സ്ഥലത്തെ പ്രമാണിയുടെ 3-ാമത്തെയോ 4-ാമത്തെയോ ഭാര്യയായി മാറുന്നു. അയാളുടെ ലൈംഗിക അടിമയായി അവളുടെ ജീവിതം തീരുന്നു. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ വ്യാപകമായി നടക്കുന്ന ഈ അക്രമം സിന്ധ് മതമാറ്റ ബലാത്സംഗങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതാണ് അവിടെ ഹിന്ദു സിഖ് കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന പ്രധാന പ്രശ്നമെന്ന് BBC-യും റിപ്പോർട്ടേഴ്സ് ബിയോണ്ട് ബോർഡേഴ്സ് എന്ന സംഘടനയും ഒക്കെ പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തങ്ങളുടെ കുട്ടികൾ സ്കൂളുകളിൽ വർഗീയ അക്രമത്തിന് ഇരയാകാതിരിക്കാൻ പാകിസ്ഥാനിലെ ക്രിസ്ത്യൻ മാതാപിതാക്കൾ കുട്ടികൾക്ക് മുസ്ലിം നാമങ്ങൾ നൽകുവാൻ നിർബന്ധിതരാകുന്നുവെന്ന വെളിപ്പെടുത്തലുമായി പാകിസ്ഥാനിലെ കത്തോലിക്ക ബിഷപ്പ് തന്നെ രംഗത്തെത്തിയത് വലിയ ചർച്ചയായിരുന്നു. പാകിസ്ഥാനിലെ ഹൈദരാബാദ് രൂപത അധ്യക്ഷനായ സാംസൺ ഷുക്കാർഡാണ് ക്രിസ്ത്യൻ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദി ചർച്ചിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പൊതുവിദ്യാലയങ്ങളിൽ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ക്രിസ്ത്യൻ കുട്ടികൾ അക്രമത്തിനിരയാകുന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാകിസ്ഥാനിലെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരെ മോശമായി ചിത്രീകരിക്കുന്നതിനാൽ അവരെ അവിശ്വാസികളായിട്ടാണ് പരിഗണിച്ചു വരുന്നതെന്നും ഇസ്ലാമാണ് ഏകമതമെന്നും ഖുറാനിലൂടെ മാത്രമാണ് മോക്ഷം സാധ്യമാവുകയുള്ളൂ എന്നുമാണ് യാഥാസ്ഥിതികരായ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം വിവരിച്ചു. ക്രിസ്ത്യാനികൾക്ക് പുറമെ ഹിന്ദുക്കളും മിതവാദികളായ മുസ്ലിങ്ങളും വരെ അക്രമത്തിനിരയാകുന്നുണ്ടെന്നും പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ എവിടെയെങ്കിലും മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ പാകിസ്ഥാനിലെ വർഗീയവാദികൾ ദേവാലയങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചുവിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫ്രാൻസിലും നെതർലൻഡ്സിലും ഉണ്ടായ പ്രശ്നങ്ങളുടെ പേര് പറഞ്ഞായിരുന്നു പാകിസ്ഥാനിലെ ചർച്ച കത്തിക്കൽ അരങ്ങേറിയത്. ക്രിസ്ത്യൻ പെൺകുട്ടികളും ഇവിടെ തട്ടിക്കൊണ്ട് പോകപ്പെടാറുണ്ട്. അതിൻ്റെയൊക്കെ തുടർച്ച തന്നെയാണ് പ്രിയകുമാരിയുടെ തിരോധാനവും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനേക്കാൾ മോശമായ അവസ്ഥയാണ് ഇസ്ലാമിലെ മറ്റൊരു വിഭാഗമായ ഷിയാക്കൾക്കും ഖാദിയാനികൾക്കും നേരിട്ടത്. അവരും അവിടെ 2ാം തരം പൗരന്മാരാണ്. ഖാദിയാനികളെ മുസ്ലിമായി പോലും കണക്കാക്കുന്നില്ല. ഷിയ പള്ളികൾക്ക് നേരെയാണ് പലപ്പോഴും ചാവേർ ബോംബാക്രമണം ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ കാര്യങ്ങൾ എത്രയോ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു മതരാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഇപ്പോഴും പാകിസ്ഥാനിൽ നിലനിൽക്കുകയാണ്. തീർത്തും മതാധിഷ്ഠിതമാണ് പാകിസ്ഥാനിലെ വിദ്യാഭ്യാസം. എല്ലാ കുട്ടികളും ഖുറാൻ പഠിക്കണമെന്ന നിർബന്ധമാണ്. 2000 വരെ ഹിന്ദുക്കൾക്ക് സൈന്യത്തിൽ ചേരാൻ അവകാശമുണ്ടായിരുന്നില്ല. 2013 കൊല്ലപ്പെട്ട സൈനികൻ ഹിന്ദുവായതിനാൽ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കുന്നത് ഒഴിവാക്കിയത് വിവാദമായിരുന്നു. ഇത്തരത്തിലുള്ള കടുത്ത പീഡനങ്ങളിലൂടെയാണ് പാകിസ്ഥാനിലെ അനുദിനം ശോഷിച്ചു വരുന്ന ന്യൂനപക്ഷം കടന്നു പോകുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ജനം റൊട്ടി വാങ്ങാൻ പോലും പണമില്ലാതെ ദുരിതത്തിലായതിൻ്റെയും മരുന്നിന് മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന അവസ്ഥയുണ്ടായതും മറ്റും വലിയ വാർത്തകളായി പുറത്തു വന്നിരുന്നു. തേയില ഇറക്കുമതി ചെയ്യാൻ പണമില്ലാതായതോടെ ചായ കൂടി നിർത്താൻ പാക് മന്ത്രി ജനങ്ങളെ ഉപദേശിച്ചത് ഈയിടെ മാത്രമാണ്. ഈ പ്രതിസന്ധിക്കിടയിലും തഴച്ചു വളരുന്ന ഒന്നുണ്ട്. അതാണ് ജിന്നയുടെ വിശുദ്ധ നാടിൻ്റെ ചിരകാല ശാപമായ മതവിദ്വേഷവും വർഗീയതയും. ഈ കഷ്ടതകൾക്കിടയിൽ കഴിയുമ്പോഴും പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്നത് ന്യൂനപക്ഷ പീഡനത്തിൻ്റെ വാർത്തകൾ തന്നെയാണ്. കഴിഞ്ഞ മാർച്ചിൽ പാകിസ്ഥാനിൽ അവശേഷിക്കുന്ന ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെ വ്യാപകമായി ആക്രമണമുണ്ടായി. ഇതിൻ്റെ ഭീതി അവസാനിക്കുന്നതിന് മുമ്പ് ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. പഞ്ചാബ് പ്രവിശ്യയിലെ ഫൈസലാബാദ് ജില്ലയിൽ ജരൻവാല റോഡിൽ സ്ഥിതി ചെയ്യുന്ന പള്ളി ആക്രമിച്ച് കൊള്ളയടിച്ചത് വാർത്തയായിരുന്നു. ഖുറാനെ അവഹേളിച്ചുവെന്നും മതനിന്ദ നടത്തിയെന്നും ആരോപിച്ചാണ് ഇസ്ലാമിസ്റ്റുകൾ ദേവാലയം അഗ്നിക്കിരയാക്കിയത്. ഇതോടെ തീർത്തും ഭീതിയിലാണ് പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ.